കെ ആന്റണി മുൻ മുഖ്യമന്ത്രി അദ്ദേഹം പറയുകയാണ് പ്രധാനപ്പെട്ട 2 റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്ന്. ഒന്ന് മുത്തങ്ങയുമായിട്ട് ബന്ധപ്പെട്ടാണ്, 2 ശിവഗിരിയുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്ഥലത്തും നടന്ന പോലീസ് ആക്ഷനുകളാണ്. എന്നാൽ പ്രധാനപ്പെട്ട 3ാമത്തെ ഒരു റിപ്പോർട്ട് അദ്ദേഹം പുറത്തുവിടുന്നതിനെ പറ്റി മിണ്ടിയിട്ടില്ല. എന്താണ് സാർ അത്? ആ 3ാമത്തെ റിപ്പോർട്ട് മാറാട് നടന്ന നരഹത്യയെക്കുറിച്ച് അല്ലെങ്കിൽ അരയ വംശഹത്യയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. അതിലൊരു റിപ്പോർട്ടല്ല ഉള്ളത്. ഒന്ന്, കേരളത്തിൻ്റെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. 2, ഈ പ്രശ്നങ്ങൾ അവിടെ പോയി പരിഹരിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി അന്ന് അദ്ദേഹം പറഞ്ഞു വിട്ട IAS-കാരനായിട്ടുള്ള KK വിജയകുമാർ സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. 3, കേന്ദ്ര ഇൻ്റലിജൻസുകാരും സ്റ്റേറ്റിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വിടണം എന്ന് ആൻ്റണി ആവശ്യപ്പെട്ടില്ല. ആൻ്റണി പറഞ്ഞത് തൻ്റെ ജീവിതകാലത്ത് താൻ നടത്തിയ തൻ്റെ ഭരണത്തെക്കുറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചപ്പോൾ തന്നെ ആരും ന്യായീകരിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പം മറ്റൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ടി വരും. ആൻ്റണി ജീവിതത്തിൽ ആരെയെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടോ എന്ന്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരൊറ്റ ആളെയും ആൻ്റണി ന്യായീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, കരുണാകരനെതിരെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച് കരുണാകരൻ അധികാരത്തിലെത്തിയപ്പോൾ രാജൻ കേസ് വന്നപ്പോൾ ആൻ്റണിയുടെ പ്രതികരണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നായിരുന്നു. കരുണാകരൻ വെള്ളം കുടിച്ച് കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. കാരണം അന്ന് ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം കരുണാകരൻ ആൻ്റണിയുടെ മുഖ്യ എതിരാളിയാണ്. അടിയന്തരാവസ്ഥയിലെ മുഴുവൻ പാപഭാരങ്ങളും ഏറ്റെടുത്ത് ഇന്ദിരാഗാന്ധി നിരായുധയായി നിന്ന സമയത്ത് അദ്ദേഹം ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് യക്ഷി എന്ന പേരിൽ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് കോൺഗ്രസ്സിലെ പല നേതാക്കളും പലതരത്തിൽ വ്യാപകമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടപ്പോഴൊന്നും ഒരൊറ്റ നേതാവിന് വേണ്ടിയിട്ടും ഒരു വാക്ക് പോലും ആൻ്റണി പറഞ്ഞിട്ടില്ല. ആൻ്റണി അപ്പോഴും മൗനം പാലിച്ച് മിണ്ടാതിരിക്കുക എന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ശിവഗിരിയിൽ ആൻ്റണി പറയുന്നൊരു കാര്യം ഹൈക്കോടതി വിധിയുണ്ടായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് ആൻ്റണിക്ക് അവിടെ പോലീസ് കയറ്റാതെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആൻ്റണിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ആൻ്റണി ആ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാതിരുന്നത്? ഒന്ന്, ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? ഓർത്തഡോക്സ് സഭയ്ക്ക് 13 പള്ളികൾ ഉടൻ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിച്ചു. അതിനുശേഷം ഹൈക്കോടതി അത് നടപ്പിലാക്കാൻ പറഞ്ഞ് ഈ ഗവൺമെൻറ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കാരണം ബഹുജന പ്രക്ഷോഭം വന്ന് അത് വിധി നടപ്പിലാക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആളുകളെ കൊന്ന് വിധി നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് ഞങ്ങൾക്കിത് പരിഹരിക്കാൻ സമയം വേണമെന്നാവശ്യപ്പെടാം. അങ്ങനെ ഹൈക്കോടതി കൊടുത്തില്ലെങ്കിൽ ആൻ്റണിക്ക് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാമായിരുന്നാണ്. സുപ്രീം കോടതിയിൽ ഈ കാര്യം അന്ന് ആൻ്റണി പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ സമയം കൊടുത്താൻ. ഞങ്ങൾക്കിത് പറഞ്ഞ് പരിഹരിക്കാൻ കഴിയും, പക്ഷേ കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞിട്ട് ആ ഇൻട്രീം പീരീഡിൽ ഇത് റിസീവർ ഏർപ്പെടുത്താവുന്നതാണ്. പിന്നീട് വന്ന നയനാർ ഗവൺമെൻറ് റിസീവറല്ലേ ഭരിച്ചത്. റിസീവർ ഏർപ്പെടുത്താവുന്നതാണ്. ഇത് സെറ്റിൽ ചെയ്യുന്നത് വരെയുള്ള ഭരണം അവർക്ക് കൊടുക്കാവുന്നതാണ്. ആന്റണി ഇതൊന്നും ചെയ്തില്ലല്ലോ. ഇത് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിജ്ഞാനവും ഇല്ലാത്ത ആളാണ് ആന്റണി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരാൾക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല.
അപ്പോൾ ഇതിനെക്കുറിച്ച് വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ താൻ ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം ആന്റണിക്ക് ഇപ്പോൾ തോന്നി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കുറ്റബോധം തോന്നിയിട്ടും കാര്യമില്ല. കാരണം ഈ ശിവഗിരി പോലെയുള്ള ഒരു സ്ഥലം, അതിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, നവോത്ഥാന ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലും വലിയ പ്രാധാന്യം അർഹിക്കുന്നൊരു സ്ഥാനമാണ് ശിവഗിരിക്കുള്ളത്. അദ്വൈത വേദാന്തത്തിൻ്റെ പ്രായോഗികമായ സാമൂഹിക രൂപം നടപ്പിൽ വരുത്തിയത് അവിടെയാണ്. ആ നടപ്പിൽ വരുത്തിയ ആചാര്യൻ്റെ സ്മരണ നിലനിൽക്കുന്നതും ആചാര്യൻ സ്ഥാപിച്ചതുമായ ഒരു സംഭവമാണ് അത്. അവിടെ പോലീസ് കയറുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണം. അപ്പോൾ പോലീസിനെ കയറ്റാതെ ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഒരു ഭരണകർത്താവിൻ്റെ നയപരിപാടികളുടെ ഭാഗമാണ്. അത് അദ്ദേഹം അന്ന് ചെയ്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആദിവാസികളോട് ഏറ്റവും കൂടുതൽ കൂറ് കാണിച്ച ആൾ താനാണെന്ന് ആന്റണി പറഞ്ഞു. പക്ഷെ അപ്പം എനിക്കൊരു എതിർ ചോദ്യമുണ്ട്. ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിച്ച് അവർക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലല്ലോ. എന്നല്ല ഒരു ഗവൺമെൻറ്റും നടപ്പിലാക്കിയിട്ടില്ല. എന്താ കാരണം? ആദിവാസികളുടെ ഭൂമി കയ്യേറിയിട്ടുള്ളവരെല്ലാം ഇവിടുത്തെ വലിയ പ്രമാണിമാരാണ്. ആ പ്രമാണിമാർക്കെതിരെ ഇവരൊന്നും ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഭാഗമാണ് ആന്റണിയും ഒന്നും ചെയ്തില്ല. ഇനി നമുക്ക് മൂന്നാമത്തതിലേക്ക് വരാം. മാറാട് റിപ്പോർട്ടുകളിൽ എല്ലാം നിരന്തരമായി ഞാൻ നേരത്തെ പരാമർശിച്ച എല്ലാ റിപ്പോർട്ടുകളിലും പരാമർശിക്കപ്പെട്ട പ്രതികളുടെ പേരുകളുണ്ട്. ആ പേരുകൾ അറിയാത്ത ആളല്ലല്ലോ ആന്റണി. മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കൾ, പാണക്കാട് തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംഘത്തിലെ 4 പേര് പ്രതികളാക്കി അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ഒരു കേന്ദ്ര മന്ത്രി ഉൾപ്പെടെ. ആ റിപ്പോർട്ടെല്ലാം ആന്റണി കണ്ടതല്ലേ? ആ പ്രതികൾക്കെതിരെ ഒരു ചെറു വിരലനക്കാൻ ആന്റണി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ലല്ലോ. ആന്റണി സത്യസന്ധനാണ്, ആന്റണി നീതിമാനാണ്, ആന്റണി ധർമ്മമനുസരിച്ചും നിയമമനുസരിച്ചുമാണ് എന്നുണ്ടെങ്കിൽ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും രഹസ്യാന്വേഷണ വകുപ്പും ഇത്ര ക്രൂരമായ നരനായാട്ട് അരയ ജനങ്ങളുടെ വംശഹത്യ നടത്തിയതിൽ ഇന്ത്യൻ ആൾക്കാർ പ്രതികളാണ് എന്ന് പരാമർശിക്കുന്ന റിപ്പോർട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ. അത് ഇടപെടുകയും കൃത്യമായി അല്ല, അവർക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിടണ്ടേ? അതെ. ആന്റണി ചെയ്തില്ലല്ലോ. ഇല്ല, ഒരു വസ്തു ചെയ്തില്ല. അവർ ചാകട്ടെ, അരയന്മാർ ചത്തോട്ടെ, ചത്താലും ഒന്നുമില്ല എന്നാണ് ആന്റണി അന്നെടുത്ത നിലപാട്. ഈ റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ വളരെ വൈകിയാണ് അറിയാൻ കഴിയുന്നത്. അതുവരെ ഇതൊരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേ പേരുടെ പേര് കേട്ടിരുന്ന, അതങ്ങനെയല്ല. സെൻട്രൽ ഇൻ്റലിജൻസും സ്റ്റേറ്റ് ഇൻ്റലിജൻസും ഹോം സെക്രട്ടറിയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആന്റണി നിയോഗിച്ച അന്നത്തെ ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ശ്രീ KK വിജയകുമാർ IAS ഒക്കെ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇവരുടെയൊക്കെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വ്യക്തമായ സൂചനകളുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് കേസെടുക്കാൻ വേണ്ടി പറയണ്ടേ? ഇത് കോടാലിക്കൈകളെ കുറിച്ചാണ് അവിടെ കേസെടുത്തേക്കണ. ഈ കുലത്തെ മുടിക്കുന്നതിന് വേണ്ടിയുള്ള കോടാലിക്കൈ ഉണ്ടാക്കി കൊടുത്തവരുണ്ട്.
അത് മുസ്ലിം ലീഗിലെ സമുന്നത നേതാക്കളാണ്. അവരെ സംരക്ഷിക്കുന്ന നയം സ്വീകരിച്ച ആളാണ് ആന്റണി. അതുകൊണ്ടാണ് ആ റിപ്പോർട്ടുകളൊന്നും ജനം കാണണ്ട എന്നുള്ള നിലക്ക് അതിനെക്കുറിച്ച് ആന്റണി ഒന്നും പറയാതിരുന്നത്. സത്യത്തിൽ അതിനെക്കുറിച്ച് പറയേണ്ടതല്ലേ? ഈ 2 റിപ്പോർട്ട് പറഞ്ഞ സമയത്ത് തൻ്റെ കാലത്ത് നടന്ന ഇങ്ങനൊരു സംഭവമുണ്ട്, അതിലിങ്ങനൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് വേണമെന്ന് പറയണ്ടേ? അത് മിണ്ടിയില്ലല്ലോ, മിണ്ടിയില്ല. ആന്റണിയെപ്പോലെ ഒരു കാര്യമുണ്ട്, ആന്റണിയെപ്പോലെ മാധ്യമ സുരക്ഷ അനുഭവിച്ച ഒരു നേതാവ് കേരളത്തിലുണ്ടായിട്ടില്ല. ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്നും ഒരു പ്രതിനായകൻ വേണം. കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രതിനായകൻ കരുണാകരനായിരുന്നു. കരുണാകരന് ഇല്ലാത്ത കുഴപ്പങ്ങളേ ഉണ്ടായിരുന്നില്ല. കരുണാകരനെ പ്രതിനായകനാക്കി വെക്കുകയും ആന്റണിയെ നായകനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആന്റണി പച്ചക്കറി കഴിച്ചാൽ വാർത്ത, ആന്റണി ഇറച്ചി കഴിച്ചാൽ വാർത്ത, ഇന്ന് ആന്റണി മീൻ കൂട്ടി എന്നുള്ളത് വാർത്ത, ആന്റണി കട്ടൻ ചായ കഴിക്കും എന്നുള്ളത് വാർത്ത, ആന്റണി ഇടുന്ന ഷർട്ട് വില കുറഞ്ഞതാണ് എന്നുള്ളത് വാർത്ത, വില കൂടിയതാണ് എന്നുള്ളത് വാർത്ത. ഇങ്ങനെ ഇത്രയേറെ അന്നത്തെ 2 പ്രമുഖ പത്രങ്ങൾ, മാതൃഭൂമിയും മനോരമയും, അവരുടെ എല്ലാ റിപ്പോർട്ടർമാരും മത്സരിച്ച് എഴുതി പൊലിപ്പിച്ച സംരക്ഷണം ഒരുക്കിയ ഒരു നേതാവാണ് ആന്റണി. ഇത്രയും വേറെ ഒരു സൗകര്യം കേരളത്തിലെ ഒരു നേതാവിനും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ മാറാട് കേസിൽ അദ്ദേഹം ഇപ്പോഴും നിശബ്ദത പാലിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്, അദ്ദേഹം സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ മാറാട് സംബന്ധമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്ത് വിടാനായിട്ട് അദ്ദേഹം പിണറായി വിജയനോട് ആവശ്യപ്പെടണം. അതാണ് എനിക്ക് ആന്റണിയോട് പറയാനുള്ള കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.